ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ സ്റ്റൈലില് ഗ്രേവിയൊക്കെ ഉള്ളൊരു മുട്ട ഈസി പീസി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം. ഒരു 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് 3ഉം ഇട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. നമുക്കതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ 2 സവാള, അതായത് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിടുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത്രയും വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് വലുപ്പം. ആ തക്കാളീനെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഞാനത് മിക്സിയിൽ ഗ്രൈൻഡറിലിട്ടിട്ട് അതിനെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ സവാളയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും അതിനെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റില്ലേ, അതിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതിനൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് സോട്ടാവും. വേറൊരു പാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നേരത്തെ മുളക് പുരട്ടി വെച്ച മുട്ടയുണ്ടല്ലോ, അതിനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സവാളക്കൂട്ട് എന്തായാലും നോക്കാം. തക്കാളിയും സവാളയൊക്കെ കൂടെ നന്നായി യോജിച്ചിട്ടുണ്ട്. 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു. ഈ തൈര് അധികം പുളിയില്ല. നാട്ടിൽ തൈരൊക്കെ ആണെങ്കിൽ നല്ല പുളി ഉണ്ടാവും. ഇവിടെ കിട്ടുന്ന തൈരിന് അധികം പുളി ഉണ്ടാവില്ല. നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുളി അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കിട്ടും. നേരത്തെ ഫ്രൈ ചെയ്ത മുട്ടേനെ ഞാനൊന്ന് ചെറുതായി വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ മുട്ടേനെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്. നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. നന്നായി ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ പാകം ഉണ്ടോ എന്ന് നോക്കണേ. നമ്മുടെ ഈസി പീസി മുട്ടക്കറി വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. രാത്രിയിൽ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു റെസിപ്പിയുമായി ഇനിയും കാണാം.